പ്രതിദിന ചിന്തകളുടെ 68-ാം അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാങ്കേതിക നിർവഹണം സൗപർണിക സ്റ്റുഡിയോ മുക്കം. അവതരണം KV പ്രസാദ് മുക്കം. ജാലിയൻ വാലാബാഗിലെ കുരുതിക്കളത്തിൽ നിന്നും രക്തം പുരണ്ട ഒരു പിടി മണ്ണ് വാരിയെടുത്ത് കുപ്പിയിലാക്കി നിത്യവും പൂജിക്കുകയും നാടിൻ്റെ മോചനത്തിനായി പൊരുതുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത 12 വയസ്സുകാരനായ ബാലൻ തൻ്റെ പ്രിയപ്പെട്ട ഗുരുവായ ലാലാ ലജ്പത് റായിയെ തല്ലിച്ചതച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട പോലീസ് ഇൻസ്പെക്ടർ സാൻഡേഴ്സിനെ വെടിവെച്ചു കൊന്ന ധീരദേശാഭിമാനി. ഡൽഹിയിലെ സെൻട്രൽ അസംബ്ലി ഹാളിലേക്ക് ബോംബെറിഞ്ഞ് ബ്രിട്ടീഷ് സിംഹാസനത്തെ വിറപ്പിച്ച വിപ്ലവകാരി. നിർഭയം തൂക്കുമരത്തിലേക്ക് നടന്നുകയറിയ ഷഹീദ് ഭഗത് സിംഗ്. കേവലം 23 വർഷം കൊണ്ട് മായ്ക്കാനാവാത്ത വിധം, മറക്കാനാവാത്ത വിധം തൻ്റെ പേര് ധീരതയുടെയും രാജ്യസ്നേഹത്തിൻ്റെയും പട്ടികയിൽ സ്വന്തം പ്രാണരക്തം കൊണ്ട് എഴുതിച്ചേർത്ത ഒരനശ്വര രക്തസാക്ഷി. ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളിലൂടെ ഒരു അനുയാത്ര. സർദാർ കിഷൻ സിംഗിൻ്റെയും വിദ്യാവതിയുടെയും പുത്രനായി 1907 സെപ്റ്റംബർ 28-ന് ഒരു സിഖ് കുടുംബത്തിൽ ഭഗത് സിംഗ് ജനിച്ചു. ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗമായ പഞ്ചാബിലെ ലയൽപൂർ ജില്ലയിലെ ബങ്കയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദേശം. സമര പോരാളികളുടെ കുടുംബമായിരുന്നു ഭഗത് സിംഗിൻ്റേത്. ഭഗത് സിംഗ് ജനിക്കുമ്പോൾ അച്ഛൻ കിഷൻ സിംഗ് ദേശീയ സമരത്തിൽ പങ്കെടുത്തതിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരുന്നു. ഒരു പോരാളിയായി ഭഗത് സിംഗിനെ വളർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാന്തരീക്ഷം വളരെയധികം സ്വാധീനം ചെലുത്തി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഭഗത് സിംഗിനെ വളരെയധികം സ്വാധീനിച്ച ഒരു സംഭവമായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13-നായിരുന്നു. ലാഹോറിലെ DAV സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ഭഗത് സിംഗിന് അന്ന് പ്രായം കേവലം 12 വയസ്സ് മാത്രം. ഈ സംഭവം ഭഗത് സിംഗിനെ വളരെയധികം സ്വാധീനിച്ചു. സംഭവം നടന്ന് ഒരാഴ്ച തികയും മുമ്പ് കുട്ടിയായ ഭഗത് സിംഗ് സ്കൂൾ വിട്ടുവരുന്ന വഴി ഒറ്റയ്ക്ക് ജാലിയൻ വാലാബാഗിൽ പോയി. അപ്പോഴും ഉണങ്ങാതെ ആയിരങ്ങളുടെ ചോര മണ്ണിൽ തളം കെട്ടി നിൽക്കുന്നത് കണ്ട് വികാരഭരിതനായ ആ ബാലൻ ബ്രിട്ടീഷുകാർക്കെതിരെ ജീവൻ ബലിയർപ്പിച്ച് നാടിൻ്റെ മോചനത്തിനായി പൊരുതുമെന്ന് രക്തം പുരണ്ട മൺതരികളെ സാക്ഷി നിർത്തി പ്രതിജ്ഞയെടുത്തു. നിസ്സഹകരണ സമരകാലത്ത് ഭഗത് സിംഗ് DAV സ്കൂൾ വിട്ട് ലാഹോറിലെ നാഷണൽ കോളേജിൽ ചേർന്നു. ലാലാ ലജ്പത് റായിയും കൂട്ടുകാരും സ്ഥാപിച്ചതായിരുന്നു നാഷണൽ കോളേജ്. സാമ്രാജ്യത്വ വിരോധവും തീഷ്ണമായ സ്വാതന്ത്ര്യമോഹവും നിറഞ്ഞു നിന്നതായിരുന്നു കോളേജ് അന്തരീക്ഷം. ഈ അന്തരീക്ഷം ഭഗത് സിംഗിൻ്റെ സ്വാതന്ത്ര്യദാഹത്തെയും സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവത്തെയും ശക്തിപ്പെടുത്തി. നാഷണൽ കോളേജിലെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ പലരും പിൽക്കാലത്ത് ഭഗത് സിംഗിനോടൊപ്പം വിപ്ലവ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് മഹാത്മാഗാന്ധി 1922 ഫെബ്രുവരിയിൽ നിസ്സഹകരണ സമരം നിർത്തിവെച്ചു. ഈ തീരുമാനം സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെ നിരാശപ്പെടുത്തി. ബഹുജന സമരം പിൻവലിച്ചതോടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബോംബും തോക്കും ഉപയോഗിച്ചുള്ള സായുധ നീക്കങ്ങളും ശക്തിപ്പെട്ടു. ഗാന്ധിജിയുടെ അക്രമരഹിത സമരരീതിയോട് പൊരുത്തപ്പെടാൻ ഭഗത്തിന് സാധിച്ചിരുന്നില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല. ബ്രിട്ടൻ നിരായുധരായ ഇന്ത്യൻ പോരാളികളെപ്പോലും സായുധമായിട്ടാണ് നേരിട്ടിരുന്നത്. ചൗരി ചൗര സംഭവത്തെ തുടർന്നുണ്ടായ കലാപങ്ങളിൽ നിരപരാധികളായ ഗ്രാമീണരെ ബ്രിട്ടീഷ് പട്ടാളം വധിച്ചു. ഇത്തരം സംഭവങ്ങൾ വിപ്ലവത്തിൻ്റെ പാത സ്വീകരിക്കാൻ പലരെയും പ്രേരിപ്പിച്ചു. 18-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട ഗദർ വിപ്ലവകാരി കർത്താർ സിംഗ് സരാഭയായിരുന്നു ഭഗത് സിംഗിൻ്റെ ആദർശ പുരുഷൻ. കൗമാരപ്രായത്തിൽ ലാഹോറിലെ നാഷണൽ കോളേജിൽ പഠിക്കാനെത്തിയ ഭഗത് സിംഗ് നവജവാൻ ഭാരത് സഭയിൽ അംഗമായി. ഭഗത് സിംഗ് ഒരു മുഴുവൻ സമയ വിപ്ലവ പ്രവർത്തകനാവുന്നതും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നോട്ടപ്പുള്ളിയാവുന്നതും ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മകനെ വിപ്ലവ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പരിശ്രമിച്ചു. വീട്ടുകാരുടെ വിവാഹാലോചനയെ തുടർന്ന് ഇതിനകം അദ്ദേഹം നാടുവിട്ടിരുന്നു. പ്രൊഫസർ വിദ്യാലങ്കാരുടെ നിർദ്ദേശാനുസരണം ഭഗത് സിംഗ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിൽ ചേർന്നു.
ഇക്കാലത്ത് അമൃത്സറിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ഉറുദു, പഞ്ചാബി ഭാഷകളിലെ പത്രങ്ങളിൽ ഭഗത് സിംഗ് ലേഖനങ്ങൾ എഴുതിയിരുന്നു. 1928 കീർത്തി കിസാൻ പാർട്ടിയുടെ ബാനറിൽ രാജ്യത്തുടനീളമുള്ള വിപ്ലവ പാർട്ടികളുടെ ഒരു മീറ്റിംഗ് ഡൽഹിയിൽ വെച്ച് വിളിച്ചു ചേർത്തു. ഇതിൽ സെക്രട്ടറി പദം അലങ്കരിച്ചിരുന്നത് ഭഗത് സിംഗ് ആയിരുന്നു. ലാഹോർ കേന്ദ്രമാക്കിയാണ് ഭഗത് ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നതെങ്കിലും കോളേജ് വിട്ടതോടെ അദ്ദേഹം ഉത്തരേന്ത്യയിലെ വിപ്ലവകാരികളുമായും കൊൽക്കത്ത കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിപ്ലവകാരികളുമായും ബന്ധപ്പെടാൻ മുൻകൈയെടുത്തു. അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ചന്ദ്രശേഖർ ആസാദ്. ആദ്യഘട്ടത്തിൽ നിർജീവമായി കഴിഞ്ഞ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനെ പുനഃസംഘടിപ്പിക്കുവാനും അതിൻ്റെ മുന്നോടിയായി ഒരു സായുധ വിപ്ലവ പ്രസ്ഥാനമായി നവജവാൻ ഭാരത് സഭ രൂപീകരിക്കുവാനും ഭഗത് സിംഗ് മുൻകൈയെടുത്തു. തുടർന്ന് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന പേരിൽ പുനഃസംഘടിപ്പിച്ചു. ഇതിൻ്റെ കീഴിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് ആർമി എന്ന പേരിൽ ഒരു സായുധ വിഭാഗത്തെയും തയ്യാറാക്കി. സായുധ വിഭാഗത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയി ചന്ദ്രശേഖർ ആസാദിനെ അവരോധിക്കാൻ തീരുമാനിച്ചത് ഭഗത് സിംഗ് തന്നെയായിരുന്നു. ഭഗത് സിംഗും കൂട്ടരും ബംഗാൾ വിപ്ലവകാരി സചീന്ദ്രനാഥ് സന്യാലിൻ്റെ സഹായത്തോടെ ബോംബ് നിർമ്മിക്കുവാനുള്ള പ്രായോഗിക പരിശീലനം നേടി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമിയുടെ കീഴിൽ കൊൽക്കത്ത, ആഗ്ര, സഹറൻപൂർ, ലാഹോർ എന്നിവിടങ്ങളിൽ ബോംബ് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. നൂറുകണക്കിന് ചെറുപ്പക്കാർ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെയും നവജവാൻ ഭാരത് സഭയുടെയും അംഗങ്ങളായി സായുധ പോരാട്ടത്തിന് തയ്യാറായി സംഘടിച്ചു കഴിഞ്ഞിരുന്നു. അവരെ നയിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു നേതൃത്വനിരയും ചന്ദ്രശേഖർ ആസാദിൻ്റെയും ഭഗത് സിംഗിൻ്റെയും നേതൃത്വത്തിൽ ഉയർന്നു കഴിഞ്ഞിരുന്നു. സുഖദേവ്, രാജ്ഗുരു, ബടുകേശ്വർ ദത്ത്, ഭഗവതി ചരൺ വോറ, ദുർഗാദേവി, ജയഗോപൻ, ഹണീന്ദ്രനാഥ് ഘോഷ് തുടങ്ങിയ പ്രഗത്ഭരും ഇവരോടൊപ്പമുണ്ടായിരുന്നു. ഇന്ത്യയുടെ വർത്തമാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ 1928 ബ്രിട്ടീഷ് ഗവൺമെൻറ് സർ ജോൺ സൈമൺ അധ്യക്ഷനായുള്ള ഒരു കമ്മീഷനെ നിയമിച്ചു. ഇന്ത്യക്കാരും ഇല്ലാതിരുന്നതിനാൽ സൈമൺ കമ്മീഷനെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ബഹിഷ്കരിച്ചു. 1928 ഒക്ടോബർ 30 കമ്മീഷൻ ലാഹോർ സന്ദർശിച്ചു. ലാഹോറിൽ പ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുത്ത ലാലാ ലജ്പത് റായിയെ ജെയിംസ് സ്കോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമായി മർദ്ദിച്ചു. ലാഹോർ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ജോൺ പി സാൻഡേഴ്സ് ലാലാ ലജ്പത് റായിയെ തിരഞ്ഞുപിടിച്ച് മർദ്ദിച്ചു. മർദ്ദനമേറ്റ് അവശനായ അദ്ദേഹം നവംബർ 17 അന്തരിച്ചു. ഇന്ത്യൻ ദേശാഭിമാനത്തിനേറ്റ പ്രഹരത്തിന് പ്രതികാരം ചെയ്യാൻ ഭഗത് സിംഗും കൂട്ടരും തീരുമാനിച്ചു. ലാലാ ലജ്പത് റായ് മരിച്ച് കൃത്യം ഒരു മാസം തികയുന്ന ഡിസംബർ 17 സാൻഡേഴ്സിനെ ലാഹോർ ഹെഡ്ക്വാർട്ടേഴ്സ് പരിസരത്ത് വെച്ച് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ചന്ദ്രശേഖർ ആസാദ് എന്നിവർ ചേർന്ന് വെടിവെച്ചു കൊന്നു. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷ് പട്ടാളം കൊടിയ മർദ്ദനം അഴിച്ചുവിട്ടു. വ്യാപകമായ തിരച്ചിലും ആരംഭിച്ചു. പോലീസിന് പിടികൊടുക്കാതെ വേഷപ്രച്ഛന്നരായി ഇവർ നാടുവിട്ടു. കലാപകാരികളെ അടിച്ചമർത്താൻ പോലീസിന് വിപുലമായ അധികാരം നൽകുന്ന ഇന്ത്യ ആക്ട് നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഭഗത് സിംഗിനെ പോലെയുള്ള വിപ്ലവകാരികളെ തളയ്ക്കുക എന്നതായിരുന്നു ഈ ആക്ടിൻ്റെ ലക്ഷ്യം. ഡൽഹി സെൻട്രൽ പാർലമെൻറ്റിൽ 2 കരിനിയമങ്ങളായ പൊതുസുരക്ഷാ ബില്ലും തൊഴിൽ തർക്ക ബില്ലും അവതരിപ്പിച്ച് പാസാക്കുവാൻ തീരുമാനിച്ചു. ദേശാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇവ പാസാക്കുന്ന ദിവസം പ്രതിഷേധ സൂചകമായി ബോംബാക്രമണം നടത്താൻ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമിയും ഉറപ്പിച്ചു. ബില്ല് പാസാക്കുന്ന ദിവസം, അതായത് 1929 ഏപ്രിൽ 8 ആളുകൾക്ക് അപകടം വരാത്ത വിധത്തിൽ അസംബ്ലിയിൽ ബോംബെറിയുവാനും ബോംബെറിയുന്നവർ പിടികൊടുക്കുവാനും കോടതിയിൽ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നയപരിപാടികൾ വിശദീകരിച്ച് ശിക്ഷ ഏറ്റുവാങ്ങുവാനുമായിരുന്നു വിപ്ലവകാരികളുടെ തീരുമാനം. ഭഗത് സിംഗിനും മറ്റൊരു വിപ്ലവകാരിയായ ബടുകേശ്വർ ദത്തിനുമായിരുന്നു ഇതിൻ്റെ ചുമതല. 1929 ഏപ്രിൽ 8 ഗാലറിയിൽ നിന്ന് താഴെയുള്ള സമ്മേളന ഹാളിലേക്ക് ബോംബെറിഞ്ഞ ശേഷം ലഘുലേഖകൾ വലിച്ചെറിഞ്ഞു. അതിനുശേഷം അവരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഇൻഖിലാബ് സിന്ദാബാദ്, വിപ്ലവം നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യം ഉയർന്നു പൊങ്ങി. തുടർന്ന് ഭഗത് സിംഗും ദത്തും അറസ്റ്റ് വരിച്ചു.
കേസ് വിസ്താരവേളയിൽ തൻ്റെ പ്രവർത്തനങ്ങളിലോ കൊലപാതകങ്ങളിലോ കുമ്പസാരിക്കാതെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കോടതിയും പരിസരവും ശബ്ദമുഖരിതമാക്കാനാണ് ഭഗത് സിംഗ് ശ്രമിച്ചത്. വിചാരണയ്ക്കൊടുവിൽ 1930 ഒക്ടോബർ 7 പ്രത്യേക കോടതി ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ മരണം വരെ തൂക്കിലേറ്റാൻ വിധിച്ചു. എന്തെങ്കിലും ഇളവ് ആവശ്യമുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് വിപ്ലവകാരികളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ യുദ്ധക്കുറ്റവാളികളാണ്. യുദ്ധക്കുറ്റവാളികളെ തൂക്കിയല്ല വെടിവെച്ചാണ് കൊല്ലേണ്ടത്. അതുകൊണ്ട് ഞങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് നൽകൂ ജഡ്ജി. 1931 മാർച്ച് 24 തൂക്കിലേറ്റാനായിരുന്നു വിധി എങ്കിലും ജനരോഷം ഭയന്ന് മാർച്ച് 23 തന്നെ വിധി നടപ്പാക്കി. ദേശാഭിമാനിയായ ഭഗത് സിംഗിൻ്റെ മൃതദേഹം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് 60 കിലോമീറ്റർ അകലെയുള്ള സത്ലജ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇന്ത്യക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ധീര ദേശാഭിമാനിയും വിപ്ലവകാരിയും രക്തസാക്ഷിയുമാണ് ഭഗത് സിംഗ്. സ്വാതന്ത്ര്യ സമരകാലത്ത് മാത്രമല്ല, സ്വാതന്ത്ര്യം നേടി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഭഗത് സിംഗ് യുവ മനസ്സുകളെ ആവേശം കൊള്ളിക്കുന്നു. രാജ്യത്തിന് വേണ്ടി സമരം ചെയ്യാനും ത്യാഗം അനുഷ്ഠിക്കാനും ഏവർക്കും പ്രേരണയും പ്രചോദനവുമായി തീരുന്നു ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷിത്വം. ഒരു യഥാർത്ഥ വിപ്ലവകാരി ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും ജനതയെ ത്രസിപ്പിക്കുന്നു. പ്രതിദിന ചിന്തകളുടെ മറ്റൊരധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.